ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രോഹിത് അലീനയോട് സംസാരിക്കാനായി അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം അലീന രോഹിത്തിനെ നിഷ്കളങ്കമായി നോക്കുന്നുണ്ട്. അന്നേരം എന്ത് പറയണമെന്നറിയാണ്ട് രോഹിത് അലീനയെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുക, എന്താ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അന്നേരം രോഹിത് അലീനയോട് അടുപ്പം കാട്ടാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അലീനയുടെ സംസാരവും നിഷ്കളങ്കമായ നോട്ടവും കണ്ട് എന്ത് പറയണമെന്നറിയാണ്ട് ഒരു നിമിഷം പകച്ചു നിൽക്കുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുക, എന്താ ഒന്നും മിണ്ടാത്തെ? അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഒന്നുമില്ല. ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് രോഹിത് അവിടെ നിന്നും പോകുന്നുണ്ട്. നേരം ഒന്നും മനസ്സിലാവാത്തതുപോലെ അലീന രോഹിത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് രോഹിത് കഥകടച്ച് കുറച്ചു നേരം അലീനയെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരം ഫോണിലോട്ട് അരി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ അലീനയുമായി മുട്ടിയോ? അവളുമായി സംസാരിച്ചോ? എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല. അവള് എന്റെ മുഖത്ത് നോക്കുമ്പോ തന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ മറന്നു പോകുന്നത് പോലെ തോന്നും. അവള് ശരിക്കും ഒരു യോവൻ കുട്ടിയാ. നീ കരുതുന്ന പോലെയൊന്നും അല്ല. നീയോ ഞാനോ വിചാരിച്ചാലൊന്നും അവള് വീഴൊന്നും തോന്നുന്നില്ല. അന്നേരം ഹരി പറയുക, നീ എന്താടാ ഈ പറയുന്നേ? നിനക്ക് പെണ്ണുങ്ങളുമായി സംസാരിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാ നീ എപ്പോഴും അവളുടെ ബേക്കിലാണല്ലോ നടക്കുന്നത്. പിന്നെ എങ്ങനെയാ നിനക്ക് അലീനയോട് സംസാരിക്കാൻ തോന്നുന്നത്? നിന്റെ ഈ സ്വഭാവം മാറ്റി, എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളോടും ഒരുപോലെ സംസാരിക്കാൻ പഠിക്കുക. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അന്നേരം രോഹിത് പറയുന്നുണ്ട്, എന്തോ എനിക്കറിയില്ല, അവളെ കാണുമ്പോ പാവം തോന്നും, ഒന്നും പറയാൻ തോന്നത്തില്ല. അന്നേരം ഹരി പറയുക, ശരി നീ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ മെരുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവൾ ആരാ? ഭൂലോകരമ്പയോ? നമ്മള് വീഴാത്ത പെണ്ണുങ്ങളുണ്ടോടാ? ഈ ഫോൺ വെക്ക്. ഇത്രയും പറഞ്ഞിട്ട് ഹരി ഫോൺ വെക്കുന്നുണ്ട്. നേരം ഹരി അലീനയെ കാണാൻ ഏച്ചിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. നേരം വീട്ടിലെ മുത്തശ്ശിയും അലീനയും രോഹിത്തും മാത്രമേ ഉള്ളൂ. നേരം രോഹിത്ത് അതൊക്കെ പോയി തുറക്കുന്നുണ്ട്. നേരം ചോദിക്കുക, അവൾ എവിടെയാ അലീന? നേരം പറയുന്നുണ്ട്, അടുക്കളയിലാണെന്നാ തോന്നുന്നത്, മുത്തശ്ശിയുടെ മുറിയിൽ കണ്ടില്ല. അപ്പോൾ പാചകമല്ല അലീനയാ ചെയ്യുന്നത്. നേരം ചിരിച്ചുകൊണ്ട് ഹരി പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ അവളെ പോയെന്ന് കണ്ടിട്ട് വരട്ടെ. ഇത്രയും പറഞ്ഞിട്ട് അലീനയുടെ അരിയിലോട്ട് പോകുന്നുണ്ട്. നേരം അലീനയെ കണ്ട് അടിമുടി നോക്കി നിൽക്കുക. നേരം അലീന ഹരിയെ കാണുന്നുണ്ട്. ചെറിയ പരിശ്രമത്തോടെ അലീന ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടത്? നേരം ഹരി പറയുക, എനിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കാണാൻ വന്നതാ. എന്നോട് എനിക്ക് സംസാരിക്കണം, ഞാൻ പറയുന്നത് പോലേക്ക് നീ കേൾക്കണം. എന്താ നിനക്ക് പറ്റില്ലേ? അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ചായയോ കോഫിയോ ഡ്രിങ്ക്സോ എന്തെങ്കിലും. നേരം ഹരിക്ക് ദേഷ്യം വരുന്നുണ്ട്. നേരം കടിയെന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. നേരം അലീന പറയുക, നീ വീട് തിരിച്ചു മാറ്റുന്ന ദേഷ്യത്തോടെ ഹരിയെ നോക്കിയിട്ട് പറയുക, അമ്മയും പെങ്ങന്മാരെയൊന്നും തിരിച്ചറിയില്ലല്ലേ നിനക്ക്? എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ പിന്നാലെ എന്നെ ശല്യം ചെയ്യില്ലെന്ന്. ഇനി എന്റെ ദേഹത്ത് തൊട്ട ആ പറയേണ്ടവരോട് പറയും. നേരം ഹരി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? എന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായി അറിയാം. ഇവിടത്തെ രോഹിത്തിന്റെ അച്ഛനെ അലവീശി പിടിക്കാനല്ലേ നല്ല പിള്ള ചമഞ്ഞ് നടക്കുന്നത്? സത്യം പറയടി, നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ രോഹിത്തിന്റെ അച്ഛനുമായി? ഇത് കേട്ട് അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഹരിയുടെ മുഖത്ത് ആഞ്ഞടിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ മുന്നിൽ നിന്ന് പോ, നീയും തല്ലി വേണ്ടെങ്കിൽ പോവാനാ പറഞ്ഞത്. എനിക്ക് ദേഷ്യം സഹിക്കാണ്ടായപ്പോ ഞാൻ നിന്നെ തല്ലിയത്. പോവാനല്ലേ പറഞ്ഞത്? ഇത് കേട്ടുകാരി അമ്പരന്ന് നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അറിയുന്നുണ്ട്, എനിക്ക് ഞാൻ കാണിച്ചു തരാടി ഞാൻ ആരാണെന്ന്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, ചെവി നുള്ളിക്കോ. ഇത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? നേരം ഹരി പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ പോവാ, പിന്നെ വരാം. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ നിന്നും പോകുന്നുണ്ട്. അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മക്കളെല്ലാരും നല്ല സ്വഭാവം, ചെറുമക്കൾക്കും എന്തുകൊണ്ടാ ആ സ്വഭാവം കിട്ടാത്തത്? ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഹരിയോ രോഹിത്തോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നിന്നെ തെറ്റായ രീതിയിൽ? അതാണല്ലോ അവരുടെ പ്രായം. ഇത് കേട്ട അലീന മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുന്നതിന് ചിരിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇവിടുത്തെ വേലക്കാരി, ആർക്കും എന്നെ എന്തും പറയാം, അതുകൊണ്ട് പറഞ്ഞതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശിയോട് പറയാം. അന്നേരം ഓർ കഴിക്കാനായി അലചന്ദ്രൻ വരുന്നുണ്ട്. നേരം മുത്തശ്ശി ചിന്തിക്കുന്നുണ്ട്, ഹരിയോ രോഹിത്തോ അലീനയോട് മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിക്കുക. കൃഷ്ണമോള് സ്കൂളിൽ പോയിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം സോഫയിൽ പോയി ഇരിക്കുന്നുണ്ട്. അലീന ചോദിക്കുക, എന്താ മോളെ പറ്റിയത്? സുഖയല്ലേ? നേരം കൃഷ്ണ പറയുന്നുണ്ട്, നല്ല തലവേദന, അതാ ഞാൻ ഇവിടെ ഇരുന്നത്. പഠിക്കാൻ അത്രമാത്രം ഉണ്ട്, സഹിക്കാൻ പറ്റണില്ല. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ചൂട് ചായ ഇട്ട് തരട്ടെ? ഇപ്പോ ക്ഷീണവും തലവേദനയൊക്കെ പെട്ടെന്ന് മാറും. നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, വേണ്ട ചേച്ചി, എനിക്ക് തലവേദനിച്ചിട്ട് വയ്യ. അന്നേരം അലീന പറയുന്നുണ്ട്, വിക്സ് പുരട്ടി തരാം, ഇപ്പൊ പെട്ടെന്ന് വേദന പോകും. അലീന പോയി വിക്സ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കൃഷ്ണമോളുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. നേരം സ്വന്തം മകളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും കരുതലും അലീനയിൽ നിന്നും കണ്ടപ്പോൾ കൃഷ്ണമോള് അലീനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ടിട്ട് പറയുക, ചേച്ചി ശരിക്കൊരു പാവ, ആരെന്തു പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ല, എല്ലാവരോടും ചിരിച്ചുകൊണ്ടേ സംസാരിക്കൂ, ചേച്ചിക്ക് എങ്ങനെ പറ്റുന്ന? നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് സ്നേഹിക്കാനും ഒത്തിരി പേരൊന്നുമില്ല. ആ മറ്റുള്ളവരോട് ദേഷ്യം കാണിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാന്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, ഒരു നേട്ടത്തിനുമല്ല. എന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി മോളെ. ഇത് കേട്ട് കൃഷ്ണമോൾ അലീനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നേരം അലീന കുത്തി തടവി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക, അപ്പോ കുറവുണ്ടോ മോളെ? നേരം കൃഷ്ണമോൾ
കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇപ്പൊ മാറി ചേച്ചി. ചേച്ചി നെറ്റിയിൽ തൊട്ടപ്പോ തന്നെ എന്റെ വേദന മാറി. നേരം അലീന പറയുക, മോളെന്നാ പോയി ഫ്രഷ് ആയി കുറച്ച് നേരം പോയി കിടക്ക്. അലീന കൃഷ്ണമോള് ശരിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന അവിടെ നിന്ന് പോവുക. നേരം അലീനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കൃഷ്ണമോള്. എന്നിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോ കൃഷ്ണമോള് പഠിക്കുന്നത് കണ്ട് അടുത്ത് വന്നിരിക്കുന്നുണ്ട്. സ്നേഹത്തോടെ നോക്കി നിൽക്കുക. അത് തന്റെ സ്വന്തം അനിയത്തിയല്ലേ. നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേച്ചിക്ക് ഹിന്ദിയൊക്കെ അറിയാം. എനിക്കാണെങ്കിൽ ഹിന്ദി ഒരു തരത്തിലും ശരിയാവില്ല, എനിക്ക് ഇഷ്ടമല്ല. ആ ഹേ ഹി ഹു ഇങ്ങനെയാ ഹിന്ദി. നമ്മുടെ മലയാളത്തില് അങ്ങനെ വല്ലതുണ്ടോ? എന്ത് ഈസിയാ? നേരം അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനസ്സിരുത്തിയ അതും ഈസിയാണെന്നേ. നോക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, നിന്റെ ചേച്ചിക്ക് അറിയാമോ ഹിന്ദി? നേരം അലീന പറയുക, കുഴപ്പമില്ലാതെ അറിയാം. നേരം ബുക്ക് മേടിച്ച് അലീന ഹിന്ദിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥവും ഇല്ല കേട്ട് ഇന്ന് തള്ളി നിൽക്കുക. കൃഷ്ണമോള് നേരം പറയുന്നുണ്ട്, ചേച്ചി എന്ത് നന്നായി ഹിന്ദി പഠിപ്പിക്കുന്നത്, എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നേരം അവിടേക്ക് വൈജയന്തി വരുന്നുണ്ട്. നേരം വളരെ ഭംഗിയായി ഹിന്ദി പറയുകയും ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നേരം ഇത് കേട്ട് കൃഷ്ണമോള് ഇരിക്കുന്നതാ വൈജയന്തി കാണുന്നത്. നേരം അമ്പരപ്പോടെ ലീനെ നോക്കുന്നുണ്ട്. നേരം വൈജയന്തി പറയുന്നുണ്ട്, ലീനെ നീ എന്തിനാ പുറത്തെ കഥവ് തുറന്നിട്ടേക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോഴും അടച്ചിടണോന്ന്? നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ അലീന ചേച്ചിക്ക് ഹിന്ദി പഠിപ്പിച്ചു തരായിരുന്നു. എന്ത് നന്നായിട്ടാ പറഞ്ഞു തരുന്നത്, എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നേരം വൈജ ലീനയെ തുറച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അരികിലോട്ട് വരുവാ. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല അലീനെ, ഒന്ന് പോവാൻ നോക്ക്. നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ അമ്മ പറഞ്ഞു തരില്ലല്ലോ. അലീന ചേച്ചിക്ക് എല്ലാം അറിയാം, അമ്മയെക്കാളും അറിയാം. ഇത് കേട്ട് വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. നേരം അലീന വൈജയന്തി നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, വലിയ ആളാവാൻ നോക്കണ്ട, ഒരു അധ്യാപിക വന്നിരിക്കുന്നു, പോയി ഇവിടുന്ന് പോയി എനിക്കൊരു ചായ ഇട്ടിട്ട് വാ. ഇത് കേട്ട് അലീന വൈജയന്തിയെ നോക്കിയിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. നേരം വൈജയന്തി നോക്കി കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇത് കുശുമ്പാണോ അസൂയാണോ അതോ കുത്തുതിരിപ്പാണോ? നേരം വൈജയന്തി ദേഷ്യത്തോടെ കൃഷ്ണമോളെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആലയിരിക്കുമ്പോ വാലാടല്ലേ, നീ എന്ന് മുതലടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം.